ഹായ്, എല്ലാവർക്കും മിച്ചീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഒത്തിരി സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാട്ടിൽ നിന്ന് ഞാൻ എന്തൊക്കെ കൊണ്ടുവന്നെന്നുള്ളത് കാണിക്കാം കേട്ടോ. ആദ്യം കാണിക്കുന്നത് ചട്ടിയാണ്. ഞാൻ ചിന്തിച്ചു ഇത് പൊട്ടിത്തെറിപ്പണമാകുമെന്ന്. നമ്മൾ ഫ്ലൈറ്റിലൊക്കെ വരുമ്പോൾ അവർ എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അവർ നമ്മളാദ്യം ബോർഡിംഗ് പാസിൽ നിന്നപ്പോൾ തന്നെ ഇതൊക്കെ മറിഞ്ഞ് വീണ്. അതിന് ഒരു ബാഗിലായിരുന്നു ഞാൻ വെച്ചിരുന്നത്. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ അകത്തൊക്കെ തുണി അകത്ത് ഇങ്ങനെ തുണി വെച്ചിട്ട് ഇങ്ങനെ പുറം മൊത്തം തുണികളും കൊണ്ടൊക്കെ വെച്ച്, എന്നാലും അവരിങ്ങനെ എടുത്തെടുത്തപ്പോൾ എറിയുമല്ലേ. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ പോട്ടെന്നുള്ള ഇതിലാണ് കൊണ്ടുവന്നത്. പക്ഷേ ഇവിടെ വന്ന ഉടനെ ഞാൻ എടുത്തു നോക്കിയത് ഇതാ ചട്ടി കിട്ടി കേട്ടോ. പിന്നെ ഞാൻ ഇതൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചായിരുന്നു. അമറലി അന്ന് പോൾമോനാ സമയമില്ലാഞ്ഞ് പോൾമോനും അവിടുത്തെ മോളൂടെ പോയി ബേക്കറിയൊക്കെ ഞങ്ങൾ അഞ്ചലിൽ നിന്ന് വാങ്ങിക്കാതെ, കാരണം 3-4 ദിവസം വീണ്ടും ഞങ്ങൾ കഴിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്, 2-3 ദിവസം. അതുകൊണ്ട് അഞ്ചലിൽ നിന്ന് വാങ്ങിച്ച് അത്രയും ദിവസം ഇരിക്കണ്ടെന്നും പറഞ്ഞ് എറണാകുളത്ത് വന്ന് ബേക്കറിയൊക്കെ വാങ്ങിക്കാന്നുള്ളതിൽ കുറച്ചൊക്കെ അഞ്ചിൽ വാങ്ങിച്ചു, ബാക്കിയൊക്കെ ഞങ്ങൾ എറണാകുളത്ത് വന്ന് വാങ്ങിക്കാമെന്ന് വെച്ച് റവ വാങ്ങിച്ചുകൊണ്ട് വന്നേ. ഇതെന്തോ ഗീ കേക്കായത്. പിന്നെ എനിക്ക് ഇച്ചിരി പ്ലം കേക്ക് വേണമെന്ന് പറഞ്ഞത്, പ്ലം കേക്ക് ഇതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. ഈ ഗീ കേക്കിന് 400 ഗ്രാമിന് 300 രൂപ. പ്ലം കേക്ക് 900 ഗ്രാം 640. പിന്നെ ടീ കേക്ക്, അതാ ഇവർക്കൊക്കെ ഇഷ്ടം, അത് 400 ഗ്രാമിന് 280. പിന്നെ അൽവ എത്രയാണെന്നറിയത്തില്ല. അൽവ റേച്ചാൻ ഓഫീസിലൂടെ കൊണ്ടുപോയിട്ട് അലുവ അലുവ കണ്ട ഞണുങ്ങിപ്പോയി. അലുവ ഞണുങ്ങി. 2 പാക്കറ്റ് ഇങ്ങനെ അലുവായും വാങ്ങിച്ചു. പിന്നെ ഇതൊന്നും ഞാൻ വേറൊരു വീഡിയോ വന്നോണ്ട് എടുത്തായിരുന്നു, അത് ഞാൻ കാണിച്ച കാന്താരി. എനിക്ക് ഒരു ഡൗട്ടായിരുന്നു, പച്ചക്കാന്താരി തിന്നാൻ കൊതിയായതുകൊണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 5-ന്ന് 26-ാം തീയതി 26-ാം തീയതി തിരിച്ച് 28-ാം തീയതി പിന്നെ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചത്. അപ്പം ഇരുന്ന് അഴുകുമോ പന്നലാകുമോ എന്നൊന്നും അറിയാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വട്ടയിലക്കകത്ത് എന്തു അതിലും കിട്ടുന്നെങ്കിൽ കിട്ടട്ടെന്ന് പറഞ്ഞ് വട്ടയിലക്കകത്ത് പൊതിഞ്ഞ് പെട്ടിയുടെ മുകൾ നമുക്കെടുത്ത് അവരഥവാ കളയാൻ പറയുവാണെങ്കിൽ ആ പെട്ടിയുടെ മുകളിൽ ഒരു സൈഡോറ ഉണ്ടായിരുന്നു, അവിടെ വെച്ചത്. പക്ഷേ ഇത്രയും കിട്ടി, ഒരു കുഴപ്പവും ഇല്ല. പിന്നെ അപ്പം കാന്താരി ഇങ്ങനെ വീട്ടിൽ ഇഷ്ടം പോലെ കാന്താരി എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ. എങ്ങനെ ഇവിടൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ വില മാറിയത്. അവിടെ വെച്ചൊന്നും എപ്പോഴാണെങ്കിലും ഞാൻ കഴിക്കാൻ നേരം ഞാൻ 1-2 കാന്താരി എടുത്ത് തിന്നും. അപ്പം ഇത് എന്തുവാണെന്നറിയാമോ, കുറേ കാന്താരി അമ്മ അവിടെ വീട്ടിലും ഇട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കാന്താരി അവർ കുറേ ഉണക്കി വെച്ചു. ഇങ്ങനെ കളയുന്നത് എങ്ങനെയാണെന്ന് പറയാം, ആർക്കും ഒരു സാധനം കളയുന്നതിനോട് താല്പര്യമില്ലല്ലേ. അപ്പം അവിടെ ആണെങ്കിലും ഞാൻ ചോറിനുമ്പോൾ ആ വിനാഗിരി, ഇതെന്തോന്നോ വിനാഗിരി, ഇത് മൊത്തത്തിൽ വിനാഗിരി ഇല്ല, കാരണം ഫ്ലൈറ്റിൽ ലീക്കാവുമോ എന്തോന്നൊന്നും അറിയാതിരിക്കാൻ ഒരു ഇച്ചിരിയും എണ്ണ ഒഴിച്ച് ഒരു ഇച്ചിരി കടുകിട്ട് പൊട്ടിച്ചിട്ട് ഇത്തിരി കറിവേപ്പില ഇട്ടിട്ട് ഒരു സ്വല്പം വിനാഗിരി ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇത് ഇട്ടതാണ് കാന്താരി. ഇനി എനിക്ക് ഇവിടെ വന്നിട്ട് ബാക്കിയും കൂടെ വിനാഗിരി ഒഴിച്ച് ഇത് മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ വിനാഗിരി വെള്ളം തിളപ്പിച്ച്, മൊത്തം വിനാഗിരി അല്ല, വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ ഈ മാങ്ങ ഇടത്തില്ലേ, ചില ഉപ്പ് മാങ്ങ അങ്ങനെയാണെന്ന് തോന്നുന്നു പറയുന്നത്, അതുപോലെ ഇതിടും. എന്നിട്ട് നമ്മൾ ചോറൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടേ ആ കാന്താരിക്ക് എരിവ് കാണത്തില്ല, ആ വെള്ളത്തിലായ എരിവ് അങ്ങ് ഇറങ്ങും. ഈ പഴങ്കഞ്ഞിയൊക്കെ കുടിക്കുന്നവർക്ക് നല്ലതാണ്. ഇത് വീട്ടിൽ അമ്മ സെപ്പറേറ്റ് ഇത് വീട്ടിൽ കുറേ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വീട്ടിലാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അങ്ങ് 3-4 എണ്ണം ഉണ്ടെന്ന്. അപ്പം പഴുത്തിങ്ങനെ പോകുന്നുണ്ടേ കളയാൻ വയ്യാത്തതുകൊണ്ട് അവരിങ്ങനെ വിനാഗിരി ഇട്ട് വെക്കും. എന്തോന്നിലും ഇതും കുഴപ്പമൊന്നുമില്ലാതെ നമ്മൾ ബോളിംഗ് പാസിൽ നിന്നോണ്ടേ ചോദിച്ച് നല്ല സ്പൈസസോ പൊടികളോ അങ്ങനെ കാണോ ഉണ്ടോയെന്ന് ചോദിച്ച്. പക്ഷേ എൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നു, ഇത് പറഞ്ഞ്, പക്ഷെ അവരൊന്നും പറഞ്ഞില്ല. മുളക് പൊടി ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും പറഞ്ഞില്ല. ഞാനിതങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ ബാക്കി കാണിക്കാമേ.
നമ്മൾ 5 വരുവാണെങ്കിൽ നമുക്ക് ഒരാൾക്ക് 15 കിലോ എന്ന കണക്കിൽ 75 കിലോ ലഗേജും 7 കിലോ വെച്ച് 5 പേർക്ക് ഹാൻഡിലും കൊണ്ടുവരായിരുന്നു. പക്ഷെ അമ്മയ്ക്കങ്ങ് വിഷമമായിരുന്നു. ഇച്ചിരി പച്ച ചക്ക പറക്കിയൊക്കെ ചക്കയൊക്കെ ഇഷ്ടംപോലുള്ള സമയമായിരുന്നു. ഞാൻ അവിടുന്ന് ഡയറക്റ്റ് വരുമായിരുന്നെങ്കിൽ കൊണ്ടുവന്ന് എനിക്കിവിടെ വേവിക്കായിരുന്നു. അല്ലാതെ ഒന്നും വേറെ അല്ലാതെയും എന്തു വന്നേലും അവിടുന്ന് ഇവിടുന്നൊക്കെ പറക്കി അങ്ങനെ കപ്പയും കൊണ്ടുവന്നില്ല. കപ്പ എനിക്ക് ഇച്ചിരി എറണാകുളത്ത് വന്നേലും വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ കൊണ്ടുവന്നായിരുന്നേലും വെയിറ്റായിരുന്നു. ഇത് കുടംപുളി. പിന്നെ കമൻറ്റ് ചോദിച്ചായിരുന്നു ബെൻസി ഒന്നും വന്നില്ലേന്ന്. എല്ലാവരും വന്ന് തലേന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതെന്ന് പറയുന്നത് ബ്രദറിനോട് ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് അങ്ങാടിക്കടയിൽ ഇറച്ചിക്കൂട്ട് വേണമെന്ന്. അപ്പോൾ ഇറച്ചിക്കൂട്ട് വേണേ എൻ്റെ മൂത്തതാ ബ്രദർ. പക്ഷേ ഞാൻ എടാന്നാണ് വിളിക്കുന്നത്. എന്നോട് ആരാണ് ചോദിക്കുകയും ചെയ്ത് വിജിയുടെ മൂത്തതാണോ ഇളയതാണോ എന്ന്. മൂത്തതാ. അവർക്ക് ഞങ്ങളുടെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ടാണ് ബ്രദർ. കാരണം പപ്പ അങ്ങ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചേച്ചിയുടെ കല്യാണം മാത്രമേ നടന്നിട്ടുള്ളായിരുന്നു പപ്പ ജീവിച്ചിരിക്കവേ. അത് കഴിഞ്ഞ് എൻ്റെ മെൻസിയുടെ എല്ലാ കല്യാണം ബ്രദറാണ് നടത്തിയത്. അത് കഴിഞ്ഞ് അവൻ കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞ് 7-8 വർഷം കഴിഞ്ഞ് അവർക്ക് കുഞ്ഞുങ്ങളും ഉണ്ടായത്. അപ്പോൾ അവൻ പോയി. അവൻ്റെ ഇതായിട്ട് ഞാൻ പറഞ്ഞല്ല, അവൻ്റെ മൈൻഡിൽ തോന്നിയിട്ട് സെപ്പറേറ്റ് കുറച്ച് ഏലക്ക, ഗ്രാമ്പൂ, പിന്നെന്തോ പെരുംജീരകം, അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച്. പിന്നെ വീട്ടിൽ അധികം ദിവസം ഇല്ലായിരുന്നല്ലോ. ഞങ്ങൾ ചെന്ന സമയത്ത് നാത്തൂനൊക്കെ അവിടെ പിന്നല്ലേ വന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ബെൻസിയുടെ പോയി 10 ദിവസം നിന്നു. പിന്നെ തിരിച്ച് വന്നിട്ട് എന്നും അങ്ങ് ചക്കയല്ലായിരുന്നു. അപ്പം ഈ ചേമ്പും ഒരു കുഞ്ഞൊരു കാച്ചിലും ഞാൻ ചെല്ലുമെന്നും പറഞ്ഞ് മാസങ്ങൾക്ക് മുമ്പേ അവരവിടെ ഇട്ടിരുന്നതാണ്. ഞാൻ വരുമ്പോൾ അവിയലുണ്ടാക്കാമെന്നും പറഞ്ഞ്. നമ്മുടെ അയ്യത്തെ തന്നെയാണ്. അപ്പോൾ ചക്ക വേവിക്കുന്നത് കൊണ്ട് ഒരു അവിയൽ വേവിക്കാൻ നമുക്ക് പറ്റിയില്ല. ഈ ചക്കയും അവിയലൂടെ ഒരു രസം ഇതല്ലെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അമ്മയും പറഞ്ഞ് എന്നാൽ ഒരു കാര്യം ചെയ്യ്, നാത്തൂനും അതുപോലെ അതെ എന്തും എനിക്ക് തന്നു വിടാനുള്ളൊരു മനസ്സുണ്ട് ഷീബ. എന്നാൽ ഒരു കാര്യം ചെയ്യ്, അങ്ങ് കൊണ്ടുപോകും. ഇവിടുത്തെ അപ്പച്ചനും അവിയലൊക്കെ ഇഷ്ടമായി. അപ്പച്ചന് അവിയൽ ഇഷ്ടമെന്നറിയാം. അവിയൽ ഇഷ്ടമല്ലോ എന്നും പറഞ്ഞ് എനിക്കിങ്ങ് തന്നു വിട്ടവർ. ഞാൻ ആവുന്നേം പറഞ്ഞാൽ വേണ്ട ഇവിടെ ചെന്നേരം അമ്മ പറഞ്ഞു ഇവിടെ നമുക്ക് അല്ലാതെ അന്നേലും കിട്ടുമല്ലോ മക്കളെ, അവിടെ അല്ലേ കിട്ടാത്ത. ഇവിടെയും കിട്ടും, പക്ഷേ ചിലപ്പോൾ കിട്ടുന്നതില്ലേ വേവാത്തതായിരിക്കും, കിശുകിശ ഉള്ളതായിരിക്കും. അപ്പം ഇതാകുമ്പോൾ നമ്മുടെ അയ്യത്തെ നല്ല ഇതാണ്. എന്തൊക്കെയാണ് എവിടേക്കാണ് വെച്ചത് പോലും എനിക്കറിയത്തില്ല. കാരണം ഞങ്ങൾ ഇങ്ങോട്ട് വന്ന ഉടനെ ഒരാൾക്ക് 1 പെട്ടിയെ പറ്റത്തുള്ള ലഗേജ്. ഞങ്ങൾക്ക് 4 ലഗേജ് ഉണ്ടായിരുന്നു. 4 ലഗേജിൽ 4 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ 1000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. പക്ഷേ ഇങ്ങോട്ട് വന്ന ഉടനെ ഞങ്ങളതനുസരിച്ച് 5 പേർക്ക് 5 ലഗേജ് എടുത്തിട്ട് ബാക്കി ഹാൻഡാക്കിയായിരുന്നു, കയ്യിലാക്കിയായിരുന്നു. അപ്പോൾ ആ പെങ്കൊച്ച് പറഞ്ഞു ഒരു ഇച്ചിരി തുണികളൊക്കെ ഉള്ള ഇത്തിരി വെയിറ്റുള്ളൊരു കയ്യിലെടുക്കാനുള്ള 7 കിലോയുടെ ഭാഗം ഉണ്ടായിരുന്നു. ഇതും വെക്ക്, ലഗേജിലങ്ങ് വിട്, നിങ്ങൾ ഇത്തിരി ഫ്രീ ആയിട്ട് പോകും, സാരമില്ലെന്ന്. അതാ ഈ കൗണ്ടറിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ഇതനുസരിച്ചിരിക്കും നമ്മുടെ ഇത് കപ്പലണ്ടിയാണ്. ഇത് എനിക്ക് കോഫി പൗഡർ വേണ്ടാതെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പോള് പറഞ്ഞ് നാട്ടിൽ ചെന്ന് കട്ടൻ കാപ്പി പൊടിയായി എല്ലാവരും. റോയലിൻ്റെ കോഫി പൗഡർ ഇവിടെയൊക്കെ നമുക്ക് കിട്ടുന്നില്ല, പുളിപ്പനല്ലേ. ഇതാകുമ്പോൾ പുളിപ്പില്ലാത്ത നല്ല കാപ്പിപ്പൊടിയാണ്. കാപ്പിപ്പൊടിയുടെയൊക്കെ വില ഇപ്പോൾ എന്താ. പണ്ട് ഞാൻ വന്ന സമയത്തൊക്കെ 1/4 കിലോ 70 രൂപയൊക്കെ ആയിരുന്നു. ഇതിപ്പം 1/4 കിലോ 115 രൂപയായി. ഇത് ഞാനങ്ങ് ഫ്രിഡ്ജിൽ വെക്കും. എനിക്കിപ്പോൾ വെളിയിൽ അങ്ങനെ ആവശ്യമില്ല. ഇത്രയും ഇത് വീണ്ടും തിരിച്ചു വെക്കും. ഇതും പുളിയാണ്. കാരണം ചേച്ചിയായിരുന്നു എനിക്ക് അവരുടെ വീട്ടിൽ പുളിയുണ്ട്, പുളിമരം. അപ്പോൾ അവളാ വീട്ടിൽ പുളി കൊടുക്കുന്നത് വീട്ടിലത്തെ ആവശ്യത്തിന്. അപ്പം അവളുടെ പുളിയാണ് ഇത്. മടുക്ക അത് വീട്ടിലൊന്നും ഉപയോഗിച്ചിട്ട് കൊണ്ടുവന്നേ.
പക്ഷേ ഞാൻ ചന്തയിൽ ചെന്നുകൊണ്ട് നിങ്ങൾ കണ്ട ആ വീഡിയോയ്ക്കകത്തൊരു ചട്ടി, കറുത്ത ചട്ടി, അതുകൂടെ എനിക്ക് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എങ്ങനെ കൊണ്ടുവരുമെന്ന്, ചട്ടിയൊക്കെ കൊണ്ട് നമ്മൾ ട്രെയിനിലായിരുന്നെങ്കിൽ ചട്ടിയൊക്കെ കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല. ഇത് എനിക്ക് മുളക് പൊടി വേണ്ടായിരുന്നു. ഞാനന്ന് വെൻസിയോടൊപ്പം തന്നെ അവൾ നിർബന്ധിച്ച് തന്നു വിട്ടതാണ്. കാരണം ഇവിടെ ഞാൻ പറയില്ല, ഇവിടെ പൊടിപ്പിക്കുന്നത് ഇച്ചിരി വില വ്യത്യാസം ഉണ്ടെങ്കിൽ പിടിച്ച് കൂടുതലാണെങ്കിലും അവരുടെ നിന്ന് വാങ്ങിക്കുന്നതുകൊണ്ട് ഞാൻ പറയടി വേണ്ട, ഇപ്പോൾ ഒരു ഇങ്ങനെ നമുക്ക് ഒരു ലേഡിയെ കിട്ടിയിട്ടുണ്ട്, ഇവർ ഡയറക്റ്റ് മില്ലിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അവൾ പറഞ്ഞാൽ കൊച്ചോളെ കൊണ്ടുപോടി. അവിടെ ചെന്നതുകൊണ്ടേ പിന്നെ ഞങ്ങൾ വെട്ടുകേക്ക് കൊണ്ടുവന്നായിരുന്നു. എടാ ബാക്കിയുള്ള വെട്ടുകേക്ക് ഇങ്ങോട്ട് അത് ഞങ്ങൾ ഇന്നലെ വന്നിട്ട് ഇപ്പോൾ 2-3 ദിവസം ആയില്ലേ. ഒരു ഗ്രീൻ കളറിൽ കെട്ടി വെച്ചേക്കുന്നത്. അപ്പോൾ ഇന്നലെ വെട്ടുകേക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, റീച്ചാനും ഇഷ്ടമാണ്. ഇത് നമ്മുടെ അവിടെ ഇത് അഞ്ജലിന്ന് വാങ്ങിച്ച ഓയിൽ, അവർ തന്നെ ഈ ഹോം മെയ്ഡ് വീട്ടിലുണ്ടാക്കിയത് ബ്രദർ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. ഒരു കുഴപ്പവും ഇതുവരെയും പറ്റിയിട്ടില്ല. റീച്ചാനും ഇഷ്ടത്. ഇന്നലെ ഞങ്ങൾ ചായക്ക് എടുത്ത് കുടിച്ചായിരുന്നു. എന്നാൽ റീച്ചാൻ ഇല്ല, കൊടുത്തില്ല. റീച്ചാൻ വൈകിട്ട് ലേറ്റായിട്ട് വന്നത്. അതുകൊണ്ട് ഇനി റീച്ചാനോട് നാളെ സൺഡേ അല്ലേ, റീച്ചാനോട് ഉള്ളപ്പം ഇനി എടുക്കാമെന്ന് വെച്ച് ഇന്ന് ഞങ്ങൾ എടുത്തില്ല. ഇന്ന് ഞങ്ങൾ എന്തോന്ന് എടുത്തേ, നമുക്ക് ചിപ്സ് വാങ്ങിച്ചോണ്ടേ, കാലം മാറ്റി തട്ടല് ഇച്ചിരി മധുരമുള്ള ചിപ്സ് ഉണ്ടല്ലോ, നമ്മുടെ ബനാന ചിപ്സ്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കൊണ്ടുവന്നു. അതാ ഇന്ന് ഞങ്ങൾ ചായയുടെ കൂടെ എടുത്തത്. ഇത് ബെൻസിയുടെ ഗിഫ്റ്റ് എനിക്കന്ന്. അവള് അന്ന് ഇവളിത് അവിടെ ഉണ്ടല്ലേ, അതപ്പോൾ ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു കൂടെ. അവൾ പറഞ്ഞെന്നാൽ ഇത് നീ കൊണ്ടുപോടിയെന്ന് പറഞ്ഞ്, ഈ ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇങ്ങനെ ഇട്ട് ഫ്രിഡ്ജിൽ വെക്കാനേ. ഇടാ അത് എനിക്ക് നല്ല യൂസ്ഫുള്ളാണ്. വീട്ടിലൊക്കെ ആണെങ്കിൽ അപ്പം നമ്മൾ തന്നെ ഉള്ളപ്പോൾ നമുക്ക് ഇതൊക്കെ ഇച്ചിരി ഉണ്ടാക്കി വെച്ചാലേ, എടുത്ത് വെച്ചാലേ നമുക്ക് എളുപ്പം എടുക്കാൻ പറ്റുമല്ലേ. എല്ലാം ഞാൻ പറഞ്ഞില്ലേ, ചിപ്സ് ഓരോ പാക്കറ്റ് എടുത്തുള്ളൂ. പക്കാവട കൊണ്ടുവരണ്ടേ. ഇത് ചിപ്സ് മധുരം, ഇച്ചിരി മധുരം ഉള്ളത് എനിക്കിഷ്ടം, അതുകൊണ്ട് അത് വാങ്ങിച്ചു, അല്ലാത്തതും വാങ്ങിച്ചു. ചിപ്സ് റൈച്ചാനും വേണം ഓഫീസിലൊക്കെ കൊണ്ടുവരാൻ. പിന്നെ കുഴലപ്പം, അച്ചപ്പം മൊത്തം പൊടിഞ്ഞു. പിന്നെ തോർത്ത്, നമ്മുടെ നാടൻ തോർത്ത്. ഇത് വാളംപുളി. ഇത് ഞാൻ പറഞ്ഞ വീട്ടിൽ വെള്ളം അനത്തുന്നതേ ഈ രാമച്ചത്തിൻ്റെ വേര് തന്നെ. അത് ബൈ ചാൻസി ആങ്ങളെ ഒരു പ്രാവശ്യം പോയ, അല്ല ഇത് മല്ലിപ്പൊടി അമ്മ നിർബന്ധിച്ച് വീട്ടിൽ ഇരുന്നത് എടുത്ത് തന്നെയാണ്. ഞാനൊന്ന് പറഞ്ഞു പോയി, ഈ മല്ലിപ്പൊടിക്ക് നല്ല കളറുണ്ടല്ലോ, അത് ഇവിടെ ഇത്രയും കളറുള്ള മല്ലിപ്പൊടി ഇല്ലല്ലേ. അപ്പം പറഞ്ഞ് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഞാൻ പാക്ക് ചെയ്യാൻ നേരം ഇതെടുത്തോണ്ട് തന്നത് ശിവ. ഇതാണ് ഇച്ചിരി മധുരമുള്ള ഒരു പാക്കറ്റ് ഇവിടെ ഉണ്ടായിരുന്നു, അതാണ് ഞങ്ങളെടുത്ത് ഇപ്പം തീർത്തത്. പിന്നെ ഇത് പിച്ചാത്തിയാണ്, 2 പിച്ചാത്തി വാങ്ങിച്ചു അന്ന് ചന്തയിൽ പോയപ്പോഴേ. ഇത് ഇവന്മാർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് എന്താ, മധുരസേവ. ഇത് പിന്നെ കുരുമുളക്, പിന്നെ ചക്കക്കുരു കൊണ്ടുവന്നു. ഞാൻ പിന്നെ അന്ന് വരുന്നതിൻ്റെ അന്ന് ഭയങ്കര മഴ. അപ്പം ഞാൻ എന്തുവാന്നേലും നമ്മളെ പറമ്പിൽ തന്നെ അവിടെ അടുക്കളയുടെ അയ്യത്ത് കുറച്ച് വട്ടയില നിൽക്കുന്നത്, എന്തുവാന്നേലും ഇച്ചിരി വട്ടയില ഞാൻ പിച്ചി ഇങ്ങനെ കൊണ്ടുവന്നതാണ്. നോക്കട്ടെ, അത് ഞാൻ അടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെച്ച്. പപ്പ എനിക്ക് വിളിക്കുന്നോ?
हेलो പിന്നെ ഇത്രയൊക്കെ ഉള്ളു. പിന്നെ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാമേ. പൊറോട്ടയുടെ ഒക്കെ കാര്യം പറഞ്ഞല്ലേ, പൊറോട്ട കൊണ്ടുവന്നായിരുന്നു, കറിയും കൊണ്ടുവന്ന് ഫ്ലോപ്പായി പോയത്. ഇത്രയൊക്കെയാണ് ഞാൻ കൊണ്ടുവന്ന സാധനങ്ങൾ. എന്തുകൂടാ പിന്നല്ലാതെ. ഇനിയിപ്പം ഞങ്ങൾ പിന്നെ അവിടുന്ന് ഇപ്പം ഈ ഇൻഡിഗോയ്ക്കകത്ത് എയർ ഇന്ത്യക്കകത്തൊന്നും നമുക്കിങ്ങനെ ഫ്ലൈറ്റിൽ എയർ ഇന്ത്യക്കകത്ത് നമുക്ക് അതിൽ നിന്ന് ഫുഡ് കൂടെ ഇൻക്ലൂഡ് ചെയ്തായിരുന്നു. ഇതിൻ്റെ അകത്ത് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്താണ് ഫുഡ് വാങ്ങിക്കേണ്ടത്. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ നമുക്ക് കയ്യിൽ കൊണ്ടുവരായിരുന്നു. ഞങ്ങൾ സാൻഡ്വിച്ച് പോള് പോയിട്ട് അവർക്ക് ബർഗറൊക്കെ നോക്കിപ്പോയേ, ബർഗർ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അവന്മാർ സാൻഡ്വിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു, അത് കൊണ്ടുവന്ന്. പക്ഷേ അത് അകത്ത് കഴിക്കുന്നതിന് കുഴപ്പമില്ലായിരുന്നു. ഇപ്പം ചിന്തിക്കുന്ന ഒരു ബോണ്ടയൊക്കെ കിട്ടിയ ബോണ്ട ഞങ്ങൾ ഗുണ്ട് കൊണ്ടുവന്നായിരുന്നു. അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ഇങ്ങനെ ആവി കയറ്റിയെടുത്ത്, അപ്പം നല്ലതായിരുന്നു. അല്ലാതെ ഓവനിൽ വെച്ച് ചൂടാക്കിയാൽ അത്രയും ചൂടാവത്തേ ഉള്ളൂ, പക്ഷേ അത് സോഫ്റ്റ് ആവത്തില്ല. പക്ഷേ എന്തൊക്കെയാണെങ്കിലും എനിക്ക് ഞങ്ങളുടെ അഞ്ചലത്തെ സാധനങ്ങളാണ് ഇഷ്ടപ്പെട്ട. ഇവിടുത്തെ എറണാകുളത്തെ എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചിട്ടില്ല. ബോണ്ടയാണെങ്കിലും അത്ര അങ്ങോട്ട് സോഫ്റ്റ് അല്ലായിരുന്നു. അഞ്ചലത്തെയൊക്കെ നമ്മൾ വാങ്ങിച്ച ബോണ്ടയൊക്കെ എന്തോ ടേസ്റ്റ് ആയിരുന്നു, നല്ല സോഫ്റ്റും ആയിരുന്നു. പിന്നെ ചിക്കൻ റോളാണെങ്കിലും അതൊക്കെ ഇരുന്ന് പറയാം. എനിക്ക് ഇവിടുത്തെ ഒന്നും അത്ര ഇങ്ങോട്ട് ഇഷ്ടമില്ല. എനിക്ക് നാട്ടിലത്തെ പലഹാരങ്ങളാണ് ഇഷ്ടം. മമ്മിയുടെ വീട്ടിലെ എന്തെങ്കിലും സാധനം ഉണ്ട് അത് മമ്മിക്ക് ഇഷ്ടമാണ്. കേരളത്തെ അവനതാ പറയുന്നത്. ഇവിടെ വരുമ്പോൾ എനിക്ക് ഒന്നും കഴിക്കാൻ, സത്യം പറഞ്ഞാൽ ഈ 2 ദിവസമായിട്ട് ഒന്നും കൂടെ കഴിക്കാനും മനസ്സില്ല. അവൻ പറയുന്നത് മമ്മിയുടെ വീട്ടിൽ എന്തോ ഉണ്ടാക്കിയാലും മമ്മിക്ക് അത് ടേസ്റ്റായിട്ട് കഴിക്കുമെന്ന്. എനിക്ക് അവിടെ ഒരു ഇച്ചിരി ചക്ക മാത്രം മതി, ചക്ക ഒഴിച്ച് ചമ്മന്തി ആണെങ്കിലും മതി. എനിക്ക് ഇഷ്ടമാണ്. എന്തോ അതിലും ഇഷ്ടം പോലെ ചക്കയും മാങ്ങ അങ്ങനെ കഴിച്ചില്ല. ചെന്ന സമയത്ത് മാങ്ങ ഇങ്ങനെ പറിച്ചിട്ട്, പക്ഷെ അതൊന്നും ശരിയായി കിട്ടിയില്ല. കമ്പിളി നാരങ്ങ ആണെങ്കിലും പിള്ളേർ അമ്മയ്ക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. ഇഷ്ടംപോലെ കമ്പിളി നാരങ്ങ ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ 3-4 മാസങ്ങൾക്ക് മുമ്പിട്ട് ബെൻസി എന്നുണ്ടെ പറഞ്ഞായിരുന്നു, എടി എല്ലാം പൊഴിഞ്ഞു പോവുക, ഈ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമല്ല. അന്നേരം എല്ലാം അമ്മ പറയും. അപ്പോൾ അതിൻ്റെ ഉച്ചാൻ തലയ്ക്ക് എങ്ങാണ്ട് നിൽപ്പുണ്ടായിരുന്നു. ദിവസം 1-2 അവിടുത്തെ കൊച്ചുങ്ങൾക്കും ഇഷ്ടമാണ്, 1-2 വീഴും ഇഷ്ടം പോലെ. അവരങ്ങനെ ബെൻസിയൊക്കെ അവിടെ ഞങ്ങൾക്ക് വേണ്ടി എടുത്ത് വെച്ചിട്ടും ഉണ്ടായിരുന്നു ഫ്രീസറിൻ്റെ അകത്ത്. അതൊക്കെ എടുത്ത് പിള്ളേർ അവിടെ നിന്നും കഴിച്ചു, ഇവിടെ വന്നും എന്തോ അതിനെ കമ്പി. അതുകൊണ്ട് അമ്മയ്ക്കൊരു സമാധാനമായെന്നുള്ളതാണ്, പിള്ളേർക്ക് കിട്ടിയല്ലോ എന്നുള്ള ഒരിത്. അപ്പം അമ്മമാർക്ക് ഇപ്പം എനിക്ക് ഇത്രയും ഇതൊക്കെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് അമ്മ പറയുന്നത് കഴിഞ്ഞാൽ അമ്മമാർക്ക് വരുന്ന ഒരു അതാ, മക്കൾക്ക് എത്ര കൊടുത്താലും തികയത്തില്ലല്ലേ, അതുപോലെ മറ്റൊരാൾക്ക് വരത്തില്ലല്ലേ. അപ്പം എൻ്റെ നാത്തൂനും അതുപോലെ അന്നേ തരാൻ നല്ല മനസ്സാവക്ക്, ഒരു ഇതുമില്ല. ഞങ്ങൾ നാത്തൂൻ എന്നല്ല, ഞങ്ങൾ സഹോദരങ്ങളെ പോലെ. ഞാൻ വന്നോണ്ട് ഒത്തിരി വിഷമമായിരുന്നു. അവൾ ഭയങ്കര കരച്ചിലായിരുന്നു ശീവ. എൻ്റെ മൂത്ത ബ്രദറിൻ്റെ വൈഫെന്ന് ഞങ്ങൾ അങ്ങോട്ട് പേരൊക്കെയാണ് വിളിക്കുന്നത്. അപ്പം ഒത്തിരി ദിവസം അങ്ങനെ പെട്ടെന്ന് ദിവസവും പോലെ. മറ്റേത് ഞങ്ങൾ ഇപ്പോൾ ഇവർ ഈ കല്യാണം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് വരാൻ കാര്യം. അല്ലെങ്കിൽ ഞാനൊരു ജൂൺ 10 ആണെങ്കിലും എനിക്ക് വന്നാൽ മതി. 10 അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് വീക്കിലത്തേക്കിന് വന്നാലും മതി. ഇതിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ പെട്ടെന്ന് കറക്റ്റ് ഒരു മാസം അങ്ങോട്ടും ഇങ്ങോട്ടും 28-ന് പോയി 28-ന് വന്നു. പിന്നെ ബെൻസിയുടെ അവിടെ പോയി കുറച്ച് ദിവസം. നിങ്ങളുടെ ക്ലാസ് നോക്കും. നിങ്ങളുടെ ക്ലാസ് നോക്കുക. നിങ്ങളുടെ ക്ലാസ് ജൂൺ 13 കഴിഞ്ഞിട്ടേ ഉള്ളൂ, 18 ഉള്ളൂ. എനിക്ക് അത്രയ്ക്ക് അറിയത്തില്ലേ, അതുകൊണ്ടൊക്കെയുള്ള വിഷമം. നിങ്ങളുടെ ക്ലാസ് എപ്പോഴാന്ന് എനിക്ക് അറിയാമല്ലേ. സ്കൂൾ തുറക്കുന്ന എപ്പോഴാന്ന് അറിയാതിരിക്കുമോ? മെസ്സേജ് വരുന്നതില്ലേ. അങ്ങനെ എന്തോ അതൊരു നാടിനിയും ഉടനെ ഒരു നാട്ടിപ്പോക്കെന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നെ എത്രയായി. എല്ലാവരും ചിലർ പറഞ്ഞു, ചേച്ചി AC ട്രെയിൻ എടുത്ത് പോയാൽ പോരായിരുന്നു. അപ്പോൾ എൻ്റെ സിറ്റുവേഷനും കൊണ്ടാണ്. കാരണം എനിക്ക് ഇത്രയും ദിവസം ഇങ്ങനെ ഇരിക്കുക, ഈ നടുവിൽ ഇത്രയും അന്ന് തന്നെ കുറച്ച് ഇരിക്കുമ്പോൾ ഇങ്ങനെ കിടക്കുവാണെങ്കിൽ കുഴപ്പമില്ല. അപ്പം നമ്മളിപ്പം ട്രെയിനിലാകുമ്പം മറ്റുള്ളവർ നമ്മുടെ അടുത്തിരിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലേ. അതുകൊണ്ടൊക്കെയുള്ള പിന്നെ ഈ ടോയ്ലറ്റിലൊക്കെ പോകുന്നതും അതൊക്കെ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്നാൽ ട്രെയിനിൽ പോയിട്ടില്ലയോ എന്ന് ചോദിച്ചാൽ പണ്ടെല്ലാം ട്രെയിനിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എനിക്കങ്ങനെ ഈ വീഴ്ചയൊക്കെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര പ്രോബ്ലമാണ്, ഒത്തിരി നേരം ഇരിക്കാനും അങ്ങനെയൊക്കെയുള്ള. അതുകൊണ്ടാണ് ട്രെയിനിൽ അങ്ങ് അവോയ്ഡ് ചെയ്തത്. ഇപ്പം പോകണമെന്ന് വെച്ചാൽ നമ്മൾ അതിൽ പോയേ ഒക്കത്തുള്ളൂ. അപ്പോൾ ഇനി ഉടനെ ഒരു പോക്ക് ഇനി
ഉടനെ കാണത്തില്ല. 2 വർഷമായി ഇപ്പം പോയിട്ട്. ഓക്കെ, ഇതൊക്കെയാ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഫ്രീസറിൻ്റെ തുണികളൊക്കെ വെക്കുന്നതിൻ്റെ അകത്ത് അന്നില്ലേ ധൃതിക്ക് നമ്മൾ ഓരോന്നും അടുക്കി പറക്കിയോണ്ട് ഓരോന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ എടുത്ത് വെച്ച്. അപ്പോൾ അനുവിൻ്റെ കുഞ്ഞിന് നാട്ടിൽ നിന്ന് ഡ്രസ്സ് തന്നു വിട്ടായിരുന്നേ. അപ്പം അത് ഞാൻ അവൾക്ക് അന്ന് തന്നെ കൊടുത്തായിരുന്നു. പിന്നെ 3-4 ഉണ്ടായിരുന്നു ചേരുള്ള നിക്കര്. അത് ഞാൻ ഇല്ല തുണികളുടെയൊക്കെ ഇടയിലൊക്കെ എവിടെയെങ്കിലും ഒക്കെ അല്ലേ ലഗേജ് കയറ്റി വെക്കുന്നേ. അങ്ങനെ വാങ്ങിച്ചതായി ഇത് അവളുടെ കൊച്ചിന്. ഇങ്ങനെയുള്ള ബാക്കി നല്ല 2 ജോഡി ഒരു ഷർട്ടും ജീൻസ് നിക്കറും അങ്ങനെയുള്ളതാണ് കൊടുത്തത്. അവൾക്ക് ഒത്തിരി സന്തോഷമായി. അവർക്കൊക്കെ നമ്മൾ ആ കൊടുക്കുന്ന സമയത്തുള്ള സന്തോഷമേ ഉള്ളൂ, സ്നേഹമേ ഉള്ളൂ. പിന്നെ ഇത്രയൊക്കെ അവൾ വരുമ്പോഴും അമ്മയുടെ ഫോൺ വരുമ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അങ്ങനെ അവർ വന്നു വിട്ടതാണ്. അതിന് ഞാൻ ഇന്നലെ കാണിക്കാൻ മറന്നു. ഇന്നലെ ഞാൻ എന്നിട്ട് എൻ്റെ വെള്ളം അനത്തുന്നേ നാട്ടിൽ ഈ രാമച്ചത്തിൻ്റെ വേര് തന്നിട്ട് വെള്ളം അനത്തുന്നേ ഉണ്ടായിരുന്നു. ഇവിടെ ഇവർക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ല. പക്ഷേ വീട്ടിൽ വാങ്ങിച്ച ആ പൊടി നല്ലതായിരുന്നു. അങ്ങനെ ആങ്ങളെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാനത് ഇന്നലെ സാധനങ്ങളെല്ലാം കാണിച്ചിട്ട് അത് കണ്ടില്ല. അന്നേരം ആങ്ങളെ വീട്ടിൽ വിളിച്ച് വെച്ചിട്ട് അവൻ പറയുകയും ചെയ്തിട്ട് നീ അതെടുത്ത് ഇനി എനിക്ക് ഈ പെട്ടികളെല്ലാം ഞാൻ മേളി വെച്ചില്ലേ അതിൻ്റെ ഏതേലും സൈഡിൽ നോക്കണം. നമുക്ക് എങ്ങനെയും എവിടെയെങ്കിലും ഒക്കെ സാധനങ്ങൾ കുത്തി കയറ്റി വെച്ച് വരാമെന്നുള്ള ഇതിൽ ഞാൻ എവിടെയെങ്കിലും എടുത്ത് വെച്ചോ എന്തോ എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അല്ലെങ്കിൽ അത് പോയി. പിന്നെ പിച്ചാത്തി എൻ്റെ അടുത്ത് ഒരു ആൻറ്റി പറഞ്ഞായിരുന്നു അന്ന് ആൻറ്റി ഒരു പിച്ചാത്തി എൻ്റെ അടുത്ത് പോയി ചെയ്തിട്ടുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരണേന്നൊക്കെ. ഇതെന്താ ഇടാ ഞാൻ അതാ ഇട്ടത്. നീ ഉച്ചയ്ക്ക് നൈനി ഓടാൻ. അപ്പോൾ അത് ആങ്ങളെ 1-2 കടകളിൽ ചോദിച്ചിട്ട് അത് കിട്ടിയില്ല. പിന്നെ അതാ ഞാൻ ചന്തയിൽ പോയണേ അത് വാങ്ങിച്ചത്. അപ്പോൾ എനിക്കിച്ചിരി കപ്പയും ചക്കയും കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. അത് കൊണ്ടുവരാൻ പറ്റിയില്ല. സാരമില്ല, ഇത്രയൊക്കെ കൊണ്ടുവരാൻ പറ്റിയല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.